ഞാൻ കുറച്ചു നാളത്തേക്ക് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇവിടെ വന്നാൽ സത്യപാലൻ എപ്പോഴാണ് എന്നെയും കൊല്ലുക എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് നമ്മൾ അവനെ കൊന്നിരിക്കണം. അതുവരെയുള്ള ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്താൻ വിശ്വനാഥനോട് പറയും. സത്യപാലൻ മരിച്ചു എന്നറിഞ്ഞിട്ടേ ഞാൻ തിരിച്ചു വരും. സത്യപാലൻ അത്ര പെട്ടെന്ന് മരിക്കില്ല. എന്നെ കൊല്ലരുത്. നിന്റെ പേരിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. മാത്രമല്ല, നീ ചെയ്ത ഫലം ശരിയുമാണ്. സുരേഷാണ് നിന്റെ അനിയത്തെ നശിപ്പിച്ചെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ എന്നെ കൊല്ലുമായിരുന്നു. അവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ട് സത്യപാലൻ ഏത് കോടതിയിൽ ഞാൻ പറയാം. കോടതിയിൽ തെളിവിന്റെയും നിയമത്തിന്റെയും പേരിൽ ഒരുപക്ഷെ നീ രക്ഷപ്പെട്ടേക്കാം. പക്ഷെ എന്റെ കോടതി നിന്നെ കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. മാത്രമല്ല, ആ വിധി ഇപ്പോൾ തന്നെ നടപ്പാക്കാനും പോവുകയാണ്. ഞങ്ങൾ ശത്രുക്കളല്ല. മിസ്റ്റർ സത്യപാൽ, പ്രതാപനുമായിട്ട് ബിസിനസ് നടത്തുന്നവരാണ് ഞങ്ങൾ. മറ്റ് യാതൊരു ബന്ധങ്ങളുമില്ല. നിങ്ങൾ തന്റെയും ശക്തനുമാണെന്ന് ഞങ്ങൾക്കറിയാം. പ്രതാപന് പകരം ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ബിസിനസ് നിങ്ങളുമായിട്ടാകാം. എന്തു പറയുന്നു? പോർട്ടിൽ നിന്ന് നമ്മുടെ ചരക്കുകൾ ഇതുവരെ പുറത്തെടുത്തിട്ടില്ല. പുറം കടലിലാണ് കപ്പലുള്ളത്. കരയിൽ കസ്റ്റംസ് വല വീശിയിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചരക്കിറക്കാതെ കപ്പൽ തിരിച്ചു പോകും. നമ്മുടെ രാജേന്ദ്രനെ ഇപ്പൊ തന്നെ അയക്കാം. അവനാണെങ്കിൽ ദൈവം പോലും അറിയാതെ സാധനം ഇവിടെ എത്തും. കസ്റ്റംസുകാരുടെ നോട്ടപ്പുള്ളിയാണവൻ. അത് സാരമില്ല. അവനെ പിടിച്ചാൽ അവന് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. ഞാൻ മടുത്തു മിസ്റ്റർ വിശ്വനാഥ്. ആഗ്രഹിച്ചതെല്ലാം നേടി. പണം, പദവി, എല്ലാം. എന്നിട്ടും ഒരു നിമിഷത്തെ സ്വസ്ഥത പോലും മനസ്സിന് കിട്ടുന്നില്ല. നിയമം കൂടുതൽ കർശനമാവുകയാണ്. ബിസിനസ് വിശ്വനാഥന്റെ പേരിലായതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അനുഭവിക്കേണ്ടി വരുന്ന നിങ്ങളായിരിക്കും. പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന് മുൻപ് നമുക്ക് നിർത്താം. ബിസിനസ് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. പണവും കഴിവും നമുക്കുള്ളപ്പോൾ നമ്മളെ ആർക്കും തോൽപ്പിക്കാനാവില്ല. വേണ്ട, ഇനിയെങ്കിലും സ്വസ്ഥമായി ജീവിക്കണം. ഒഴുക്കിനെതിരെ നീന്തി എത്തേണ്ടിടത്തെത്തി, എത്തിയിടം കീഴടക്കി. എന്നിട്ടും നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്റെ മകളുടെ കാര്യം. മിസ്റ്റർ വിശ്വനാഥൻ, പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. നിങ്ങളുടെ മകൾ എന്റെ മരുമകളാകും. പഠിപ്പ് കഴിഞ്ഞ് രാജൻ തിരിച്ചെത്തിയാൽ ഉടനെ അവരുടെ വിവാഹം.
ഇന്ന് എന്താ അത്ര നേരത്തെ? ഇന്ന് നേരത്തെ പോന്നു. ഇത് കുറച്ച് ദിവസം മുമ്പേ ആയിക്കൂടായിരുന്നു. പുലരുന്നതിന് മുമ്പേ പോകും, അർദ്ധരാത്രിയിൽ തിരിച്ചു വരും. അയ്യോ, ഇതാര്? എന്റെ സത്യാക്കളല്ലേ? നീ ആകെ അങ്ങ് ഉണങ്ങിപ്പോയടാ മക്കളെ. അമ്മായി പോന്നു. ഇന്ന് രാവിലെ. വരൂ, നമുക്ക് കാപ്പുടി കഴിഞ്ഞിട്ട് സംസാരിക്കാം. വന്ന് കയറിയതല്ലേ ഉള്ളൂ. എനിക്ക് എന്റെ മക്കളെ കണ്ടതോടുകൂടി വയറങ്ങ് നിറഞ്ഞു. അല്ലേടാ ഫൽഗുണ മക്കളെ? അതെ മമ്മി, പിന്നെ ചേട്ടത്തിക്ക് വേണമെങ്കിൽ വല്ലതും കഴിക്കാമെന്നേ ഉള്ളൂ. ഇവന്റെ ഡാഡി മരിച്ചതോടുകൂടി എന്റെ മക്കളെ ഉറങ്ങാൻ കിടന്നാലും ഉണർന്നു കിടന്നാലും ആ രൂപം തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. പുലർച്ചയ്ക്ക്, ഇന്നലെ പുലർച്ചയ്ക്ക് സ്വപ്നത്തിലൊന്ന് പറയാണ്, എടീ ഫൽഗുണനെ വിളിച്ചോണ്ട് നേരെ സത്യമക്കളെ വീട്ടിൽ ചെന്ന് അവിടെ തന്നെ അങ്ങ് താമസിച്ചോന്ന്. കേൾക്കാതിരിക്കാൻ പറ്റൂ? ഞാൻ ഇവനെ വിളിച്ചോണ്ട് നേരെ ഇങ്ങ് പോന്നു. താമസിച്ചോളൂ. ഇവിടെ ആവശ്യത്തിലേറെ മുറികളുണ്ട്. പിന്നെ പട്ടിയെ വളർത്തുന്നുമില്ല. എന്നാ എന്റെ സത്യമക്കളെ ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റ്. ചെല്ലേ, നീ വാടാ അവിടുന്ന്. ചുമ്മാ അവനെ ഡിസ്റ്റർബ് ചെയ്തോണ്ട്. വാ. ഞാൻ ആലോചിക്കായിരുന്നു, എന്താ നമ്മുടെ ഈ വലിയ വീട്ടിൽ നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഏതോ ഒരു ഒഴിഞ്ഞ ബംഗ്ലാവിൽ താമസിക്കുന്ന പോലെ തോന്നുന്നു. നമ്മുടെ മോനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആകെ ഒരു ഉണർവുണ്ടായേനെ. സുശീലേ, ആണ്ടിൽ 2 പ്രാവശ്യം ലണ്ടനിൽ പോയി നീ അവനെ കാണുന്നുണ്ട്. ബാക്കിയുള്ള സമയം മുഴുവനും അവനെ ഓർത്ത് ഇവിടെ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴേ ഇങ്ങനെ ആയാൽ അവൻ വന്നു കഴിഞ്ഞാൽ എന്നെ ആകെ മറന്നു കളയുമല്ലോ. അമ്മയുടെ മനസ്സിന്റെ വിഷമം നിങ്ങൾക്കറിയില്ല. എന്താ അച്ഛന് ഇതൊന്നുമില്ലേ, ഈ മനസ്സും വിഷമമൊക്കെ? എന്നിട്ടാണോ ഞാൻ അവനെപ്പറ്റി എന്തെങ്കിലും പറയുമ്പോൾ ഒരു താല്പര്യമില്ലാത്ത മാതിരി സംസാരിക്കുന്നത്? അച്ഛന്റെ സ്നേഹം അകത്ത് സൂക്ഷിക്കാനുള്ളതാണ്, പുറത്ത് കാണിക്കാനുള്ളതല്ല. അവനിവിടെ ഇല്ലാത്തതിന്റെ വേദന നിന്നെക്കാളേറെ എനിക്കുണ്ട്. ഞാനത് പറയാറില്ലെന്ന് മാത്രം. നീ ഒരു കാര്യം ചെയ്യും, ആ കോട്ടിന്റെ പോക്കറ്റിൽ ഒരു കടലാസുണ്ട്, അതിങ്ങെടുക്ക്. നമ്മുടെ മോൻ രാജൻ നാളെ വരുന്നോ? എന്നിട്ടെന്തേ നേരത്തെ പറയാതിരുന്നത്? വന്ന് കയറിയപ്പോ വന്നില്ലേ അമ്മായും പോലും. അതുകൊണ്ട് അല്പം നാടകീയമായിട്ട് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. നീ പറയാറില്ലേ അവന്റെ കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ലാന്ന്? അവൻ വരുന്നത് ആഘോഷിക്കാൻ വേണ്ടി ഞാനൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. വിദേശത്ത് നിന്ന് വരികയല്ലേ, അല്പം മോഡേൺ ആയിക്കോട്ടെ എന്ന് കരുതി. നമ്മുടെ ചരക്ക് പോലീസ് പിടിച്ചു സാർ. ഗുഡ് ഈവനിങ് മിസ്റ്റർ സത്യപാൽ. ഹലോ, ഗുഡ് ഈവനിങ്. ക്ഷണിക്കാതെ തന്നെ എത്തിയൊരു അതിഥിയാ ഞാൻ. കണ്ടിട്ട് വർഷങ്ങളായില്ലേ? എവിടെയായിരുന്നു ഇതുവരെ? നാട് ചുറ്റൽ, ഇടയ്ക്ക് പ്രമോഷൻ, പിന്നെ സ്ഥലം മാറ്റം, ഒടുവിൽ വീണ്ടും ഇവിടെ തന്നെ എത്തി, നിങ്ങളുടെ നാട്ടിൽ. രാജൻ, എന്താ ഡാഡി? ഇതാരാണെന്ന് നോക്ക്. ഹലോ അങ്കിൾ. നീ വല്ലാതെ വളർന്നുപോയി, അച്ഛനെ പോലെ തന്നെ. രാജൻ, അങ്കിൾ ജസ്റ്റ് വരൂ, അകത്തിരിക്കാം. രാജ, ആരാ നിന്റെ കൂടെ ഡാൻസ് ചെയ്ത പെൺകുട്ടി? പെൺകുട്ടി? നീ കാര്യമായിട്ട് സംസാരിക്കുകയും യാത്രയൊക്കെയും ചെയ്തല്ലോ. ഓഹോ, അതോ? അതാരാണെന്നാ ചോദിച്ചത്. അത് നമ്മുടെ ബാരിസ്റ്റർ രാജശേഖരൻ തമ്പിയുടെ മകൾ. രാജശേഖരൻ തമ്പിയെ നിനക്കെങ്ങനെ അറിയാം? അദ്ദേഹത്തെ അറിയില്ല, അദ്ദേഹത്തിന്റെ മകൾ സന്ധ്യയെ അറിയാവുന്നു. അല്ല, സമയത്രയായി? മമ്മിക്ക് ഉറക്കം വരുന്നില്ലേ? നീ അവളുമായിട്ട് എങ്ങനെ പരിചയപ്പെട്ടു? ഹോ, ഈ മമ്മിയുടെ കാര്യം കൊണ്ട്. അവൾ ലണ്ടനിലാണ് പഠിച്ചിരുന്നത്. നാട്ടുകാരല്ലേ എന്ന് വെച്ച് കാണുമ്പോ ചുമ്മാ ഒന്ന് ചിരിക്കും. ഇങ്ങോട്ട് ചിരിച്ചാൽ അങ്ങോട്ട് സംസാരിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അത്ര നീ പോടാ അവിടുന്ന്.
ഉറങ്ങിയില്ലേ ഇതുവരെ? ഉറങ്ങാനോ? അവിടെ ചിരിയും ബഹളമല്ലായിരുന്നു ഇതുവരെ. അവൻ എപ്പോഴും കൊച്ചു കുട്ടികളെ പോലെയാ. പിന്നെ നീയോ? പിന്നെ ആ പെൺകുട്ടി ഏതാണെന്ന് ഞാൻ അവനോട് ചോദിച്ചു. റിട്ടയർഡ് ജഡ്ജി രാജശേഖരൻ തമ്മിയുടെ മകളാണ്. ലണ്ടനിൽ വെച്ച് പരിചയപ്പെട്ടതാത്രേ. ആ, പരിചയമൊക്കെ കൊള്ളാം. പക്ഷെ ഒരു പരിധി വേണമെന്ന് അവനോട് പറഞ്ഞേരെ. അല്ല, സഹായിക്കണം. വേണമെങ്കിൽ പറ. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുടെ എന്തെങ്കിലും കേടുവന്നാ ഞങ്ങൾക്ക് കണ്ടു കേൾക്കാൻ പറ്റില്ല. അല്ലേടാ? പിന്നെ പിന്നെ ഈ സഹായം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാമല്ലോ. ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. അതിൽ കോപിക്കുന്ന എന്തിനാ? എന്താണ്ടത്? മൊഞ്ചുള്ള പെൺകുട്ടികളെ കണ്ട ഇരിക്കപ്പെടുന്നില്ല അല്ലേ? ഇക്ക, പോവാൻ നോക്ക്. ഈ വയസ്സുകാലത്ത് പള്ളി പോയി നിസ്കരിച്ച പുണ്യം കിട്ടും. നിന്റെ ബാപ്പാനോട് പറയണം. ശരി, വരൂ. ഇതേതാണ് ഈ വീട്? ഞങ്ങളുടെ വീടാണ്. വരണം. പടച്ചോനെ, ഇതാരും നമ്മുടെ സത്യവാനല്ലേ? മൂസക്കയോ? മൂസക്ക് എങ്ങനെ ഇവിടെ എത്തി? അതാണ് ഞമ്മക്കും പൊടിയില്ലാത്ത. നമ്മള് നിങ്ങളെ ഒന്ന് കാണണമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് കുറെ ഹവക്കുകൾ കൂടി നമ്മളെ എടുത്തിട്ട് അടിക്കാൻ കൊണ്ട് പൊടിയാക്കി. ഈ സാറ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ മയ്യത്തായി പോയ. സാറോ? ഇവൻ നമ്മുടെ രാജനല്ലേ മൂസക്ക? രാജന കള്ള. എന്നിട്ട് നീ നമ്മളോട് ഇതേവരെ അത് മുണ്ടിയില്ലല്ല. എനിക്ക് മൂസാക്കനെ കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ ആ നേരത്ത് അടുപ്പമെന്നും പറഞ്ഞോണ്ട് നിൽക്കാൻ പറ്റുമോ? പിന്നെ മൂസാക്കയ്ക്ക് ഒരു അത്ഭുതം ആവട്ടെ എന്ന് കരുതി ഒന്നും പറയാതെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. ഇത് പടശോന്റെ നിശ്ചയമാണ് മോനെ. പണ്ട് ഇതുപോലൊരു ഹമുക്കിന്റെ കയ്യിൽ നിന്ന് നിന്റെ വാപ്പ നമ്മളെ രക്ഷിച്ചു. ഇപ്പൊ നീയും. ഇനി അടുത്തെങ്ങും നമ്മൾ മയ്യത്താവൂല. രാജാ, ഈ നാട്ടിൽ എനിക്ക് കുറെ ശത്രുക്കളുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നീയും ഇപ്പോ ശത്രുക്കളെ ഉണ്ടാക്കിയിരിക്കും. ഇനി തനിച്ച് പുറത്തു പോകണ്ട. അയ്യോ, അതൊരു വലിയ പ്രശ്നമാക്കാനല്ലോ ഡാഡി. അതെന്റെ ചോരത്തളപ്പ് കൊണ്ട് തോന്നണതാണ്. ആട്ടെ, നിന്റെ അമ്മ എന്ത് ചെയ്യേ? അതുണ്ട്, വിളിക്കാം. മൂസയ്ക്ക് എന്തിനാ റൗഡികളെല്ലാം വന്ന്? അതൊരു കഥയാണ് സത്യവാല. നമ്മളിങ്ങനെ വയ്യ നടന്നു പോവുകയാണ്.
അപ്പൊ ഒരു നല്ല സുന്ദരി പെണ്ണ്, ഒരു മൊഞ്ചുള്ള പെണ്ണ്. മൂസക്ക വരണം, തല മുറിഞ്ഞിട്ടുണ്ട്, മരുന്ന് വെച്ചുതരാം. കഥ പറയട്ടെ മോനെ. ഈ പെണ്ണ് രാജു മോൻ വരണം മൂസാക്ക, വരണം. കഥ പറയട്ടെ. കഥ പറയാനും സമ്മതിക്കില്ലെന്ന്. ഫോട്ടോയിൽ കാണുന്ന ആളാണോ ചരക്കുകൾ എടുക്കാൻ തന്നെ അയച്ചത്? അതെ സർ. കള്ളം പറയരുത്. അയാൾ ഡൽഹിയിലാണെന്നതിന് എല്ലാ തെളിവുകളും ഉണ്ട്. അല്ല സർ, അവൻ ഇവിടെ തന്നെയുണ്ട്. അറിഞ്ഞുകൊണ്ട് അവൻ എന്നെ ചതിച്ചതാണ്. കൊള്ളക്കടത്ത് സാധനങ്ങൾ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ലോറിയിൽ കയറ്റില്ലായിരുന്നു. എന്നെ വഞ്ചിച്ചത്. ഇനി അവനെ കണ്ടാൽ ഞാൻ കൊന്നുകളയും. ഇവൻ ലോകപ്പിലിടും. വേണ്ട, അയാളെ വിട്ടേക്കൂ. അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റു. നിങ്ങൾ പോയിക്കോളൂ. ആ ഗോപാലൻ നമുക്കൊരു പ്രശ്നമാവുമെന്ന് തോന്നുന്നു. പോലീസ് അവനെ വിട്ടയച്ചു. രാജേന്ദ്രനെ കൊല്ലുമെന്നും പറഞ്ഞ് നടക്കുകയാണ് അവൻ. ഏതായാലും നമുക്കവനെ ഒന്ന് കാണാം. അവസാനത്തെ ഒരു അവസരം കൂടെ കൊടുത്തു നോക്കാം. ഞാൻ കള്ളം പറയില്ല, എനിക്കറിയുന്നത് പറയൂ. നീ വിചാരിക്കുന്നത്ര അപകടമൊന്നും ഇതിലില്ല. സാധനങ്ങൾ നിന്നെ ഏൽപ്പിച്ചത് രാജേന്ദ്രനല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞങ്ങൾ ഏറ്റു. അത് വേണ്ട സർ. ഞാൻ പറയുന്നത് കേൾക്ക്. നീ കുറ്റമേൽക്ക്. കേസ് നടത്താൻ ഞങ്ങൾ സഹായിക്കാം. അഥവാ അവർ നിന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ നീ ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നിനക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ വലിയൊരു തുക ഞങ്ങൾ തരും. അതുകൊണ്ട് നിനക്കൊരു ബിസിനസ് ആരംഭിക്കാം. മിസ്റ്റർ വിശ്വനാഥൻ, രാജേന്ദ്രനോട് തന്നെ കുറ്റമേൽക്കാൻ പറയൂ. ഇയാൾ പൊയ്ക്കോട്ടെ. അല്ല, ഒരു നല്ല മനുഷ്യനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ കള്ളനാക്കരുത്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചാൽ അവൻ തിരിച്ചു വരുന്നത് മറ്റൊരു സത്യപാലായിട്ടായിരിക്കും. അത് പാടില്ല. ഗോപാലന്റെ സത്യസന്ധതയെ ഞാൻ മാനിക്കുന്നു. അതൊരിക്കലും കൈവടിയരുത്. തെറ്റായ മാർഗത്തിൽ കൂടി ഒരിക്കലും സഞ്ചരിക്കരുത്. എന്തെങ്കിലും സഹായം എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വന്ന് കാണണം. ഞാനാണ് സത്യപാലൻ.